ഹേ ഹലോ മച്ചന്മാരെ, പാക വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നല്ല വലിയൊരു കേര കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊള്ളിക്കാൻ പോകും. വീഡിയോ ഒരു 5 കിലോ വെയിറ്റ് ഉള്ള കേരയാണ്. നമുക്കിങ്ങനെ നടുക്ക് വെച്ച് കീറി 2 പീസാക്കിയിട്ട് പൊള്ളിക്കാം. അപ്പോൾ നമ്മുടെ കേരമീന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ പോവാണ്. അതിനുവേണ്ടി മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് എണ്ണ ഒഴിച്ച് നല്ല പോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ കേരമീനിലേക്ക് ഇങ്ങനെ തേച്ച് പറ്റിച്ച് കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് ഈ ഗ്യാപ്പിലെല്ലാം നമുക്ക് തേച്ച് പറ്റിച്ചെടുക്കാം. അടിപൊളിയായിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ തേച്ച് പറ്റിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തിളച്ചെണ്ണയിലേക്ക് ഇവനെ ഇങ്ങനെ ഇറക്കി വിടാം. ഒരുപാട് അങ്ങനെ മൊരിച്ചെടുക്കുകയൊന്നും വേണ്ട, ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആയി വന്നാൽ മതി. നല്ല പോലെ വെന്ത് വരണം. അപ്പോഴേക്കും മീഡിയം ലെവലിൽ ഫ്രൈ ആകുമ്പോൾ തന്നെ ഏകദേശം നല്ല പോലെ വെന്ത് വരും. അങ്ങനെ നമ്മൾ 2 സൈഡും വേവിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ആക്കി മാറ്റി വെച്ചതിന് ശേഷം ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കാം, ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കൊച്ചുള്ളി തട്ടി കൊടുക്കാം. മസിൽ പിടിച്ചിട്ടില്ലല്ലോ പോഞ്ഞിക്കരെ, ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെ അളക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തട്ടി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി തക്കാളിയും മുളകും നമുക്ക് തട്ടി കൊടുക്കാം. തക്കാളിയും മുളകും. ഇനി ഒരു പീസ് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിന് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന്. കോടമഞ്ഞ് കയറി. ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് മൊത്തത്തിൽ കോടയാണല്ലോ. കാഷ്യൂനട്ട് പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. കശുവിൻ്റെ നല്ല വെള്ളം ചേർത്ത് അരച്ചെടുത്തത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മസാല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷ് പൊള്ളിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നല്ല വാട്ടിയെടുത്ത വാഴയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കേരമീനെ എടുത്തിട്ട് അങ്ങോട്ട് കിടത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലെല്ലാം നല്ല പോലെ മസാല 2 സൈഡിലും നല്ല പോലെ മസാല തേച്ചിട്ട് നമുക്കിനി ഇവനെ പാക്ക് ചെയ്തെടുക്കാം. ഇനി ഇവനെ നമുക്ക് അടിപൊളിയായിട്ട് മടക്കിയെടുക്കാം. നല്ല സൂപ്പറായിട്ട് 2 സൈഡ് മടക്കി. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ മീൻ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ മീനായതുകൊണ്ട് നമ്മൾ കെട്ടുന്നൊന്നും നിൽക്കുന്നില്ല ഗൈസ്. അതായത് നമ്മൾ കെട്ടി വെക്കും, കയറോടെ വടം വെച്ച് കേട്ടോ. എടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ മീൻ നമുക്ക് ഇനി അതിലോട്ട് വെച്ച് കൊടുക്കാം. വലിയ മീനായതുകൊണ്ട് നമ്മൾ കെട്ടിയ വാഴയിലെല്ലാം പൊട്ടി പോയിരുന്നു ഗൈസ്. അടച്ചുവിട്. അങ്ങനെ നമ്മൾ വാഴയിലെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കേരമീൻ 2 സൈഡും നല്ല പോലെ ഒന്ന് ആ വാഴയിലയുടെ കളർ മാറുന്ന രീതിയിലൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കേരമീൻ നല്ല കിഡുവായിട്ട് വെന്ത് വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി ഇവനെ
പെരിയ ഓരോന്ന് വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേര നല്ല വാഴയിലയിൽ പൊള്ളിച്ചത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. ചെറഞ്ചാ കിച്ചിക്കോ. ആഹാ, കെട്ടൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ്. നല്ല വലുപ്പമുള്ളത് കൊണ്ട് ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? വലിച്ച് തുറക്കുന്നുണ്ട്, കൈ പൊള്ളിക്കരുത്. ആഹാ, ആവിയൊക്കെ പറക്കുന്ന കേസ്. നല്ല മാന്തരം മണം. ആഹാ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് വേറെ മണം? എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. ഇനി നമുക്കിത് അടിപൊളിയായിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഇപ്പം സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇപ്പം കൈ തൊട്ടാൽ പൊള്ളും. സൂപ്പർ. കൊച്ചാ മീനൊന്ന് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞ്. ചൂടാ. ആഹാ, ഓഹോ, അതിനെ ഗ്രേവിയും കൂടെ അങ്ങോട്ട് എടുത്താൽ അങ്ങോട്ട് കഴിക്കണേ. ഗ്രേവിയും കൂടെ. കേര പൊള്ളിച്ച് നല്ല കിടലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.